ഹലോ, ഹാപ്പി സൺഡേ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഇതുവരെ പെൻഡിങ്ങിൽ നിൽക്കുന്ന മിക്ക വേക്കൻസികളും അതിൻ്റെ ഇൻ്റർവ്യൂകൾ ജനുവരി മാസത്തേക്കാണ്. എങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറേ വേക്കൻസി വന്നിട്ടുണ്ട്. ക്ലീനിങ് വേക്കൻസി ലേഡീസ് ആൻഡ് ജെൻസിന്, ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും വേണ്ടി ക്ലീനിങ് വേക്കൻസി വന്നിട്ടുണ്ട്. അത് വേഗത്തിൽ ഇൻ്റർവ്യൂ ഉണ്ട്. നല്ല ഒരു നമ്പേഴ്സ് വേക്കൻസി നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന, ഇസ്രയേൽ വേക്കൻസിയാണ്, ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ 25 വയസ്സിനും 44.5 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. CV എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നമ്മൾ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ അപ്ലൈഡ് ഫോർ ക്ലീനിങ് സ്റ്റാഫ് എന്ന് ബയോഡാറ്റയിൽ മെൻഷൻ ചെയ്യുക. എന്നിട്ട് എത്ര വർഷത്തെയാണോ എക്സ്പീരിയൻസ് നിങ്ങൾക്കുള്ളത് അത് എക്സ്പീരിയൻസിൻ്റെ സ്ഥാനത്ത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് പാസ്പോർട്ടിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾ തോറ്റതാണെങ്കിലും 10th എന്നും പറഞ്ഞ് വയ്ക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ക്ലീനിങ്ങിൻ്റെ എക്സ്പീരിയൻസ്, അത് വലിയ തല പോകുന്ന കേസൊന്നുമല്ല. എവിടെ ചെന്നാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. പലരും പല രീതിയിലാണ് പറയുന്നത്, അയ്യോ അങ്ങനെ വെച്ചാൽ കുറ്റമാണോ? എല്ലാവരും അങ്ങനെയൊക്കെ വെച്ച് തന്നെ പോകുന്നത്. അല്ലാതെ ഇവിടെ നിൽക്കുന്ന ആരും അങ്ങ് ക്ലീനിങ് സ്റ്റാഫ് അല്ല. 90% പേരും നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയാണ്, അല്ലാതെ ആരെയും പറ്റിക്കാനും വെട്ടിക്കാനും അല്ല. എവിടെ ചെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യമല്ല പറയുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത്, ചിലരൊക്കെ വന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ കുറ്റമായി, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യമല്ല പറയുന്നത്. എക്സ്പീരിയൻസ്, എവിടെയെങ്കിലും ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും അതും കൂടെ ആഡ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടോ? ക്ലീനിങ് വേക്കൻസിയാണ്, ഇസ്രയേലിലേക്കാണ്, വേഗത്തിൽ ഇൻ്റർവ്യൂ ഉണ്ട്. 25 വയസ്സ് മുതൽ 44.5 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അത്യാവശ്യം ഇംഗ്ലീഷ് നോളജ് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ മൈസെൽഫ് പറയണം, ക്ലീനിങ്ങിനെ കുറിച്ച് അറിയുക. ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസാണ് വെക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അവർ ചോദിക്കും. വേറെ ഏതെങ്കിലും ഓഫീസിലാണ്, മാർജിൻ ഫ്രീയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് നമ്മൾ ക്ലാസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് സൂമിൽ ക്ലാസ് തന്ന് നിങ്ങളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ്. ലേഡീസിനും ജെൻസിനും വേക്കൻസികളുണ്ട്. വേഗത്തിൽ ബയോഡാറ്റകൾ തരിക. ബയോഡാറ്റകൾ തരേണ്ട നമ്പർ 9605670725 9605670725. ഈ നമ്പറിൽ വിളിക്കേണ്ട, സ്വിച്ച് ഓഫ് ആണ്. ഇനി എന്നെ വിളിച്ചേ പറ്റൂ എന്നുള്ളവർ ക്ഷമിക്കുക, നിങ്ങൾക്ക് കോള് കിട്ടത്തില്ല. ഇതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് കമൻറ്റ് എഴുതണ്ട, വിളിച്ചാൽ കിട്ടത്തില്ലെന്ന്. പിന്നെ ചിലർ കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ CV കണ്ടതേ ഇല്ല. നിങ്ങളുടെ ആവശ്യമാണ്, ഞാൻ കണ്ടില്ലെങ്കിൽ വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. നിങ്ങളാണ് ജോലിക്ക് ആവശ്യക്കാർ. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് എനിക്ക് CV തരും. അപ്പം നിങ്ങൾ മിസ്സായി പോവും. അപ്പം നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ വീണ്ടും എന്നെ ഓർപ്പിക്കുക, ചേച്ചി എൻ്റെ CV ഒരു മിസ് കോൾ തരണമെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏതോ കാലത്ത് ബയോഡാറ്റ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഞാനത് എടുക്കുന്നിടം വരെ നിങ്ങളുടെ ആവശ്യമാണ് അതെന്നെ ഓർപ്പിക്കുക എന്നുള്ളത്. ഏകദേശ കാര്യങ്ങളെല്ലാം പറഞ്ഞത് മനസ്സിലായി കാണും. എനിക്ക് CV അയക്കേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പറിലാണ്. വാട്സപ്പ് നമ്പറിൽ മാത്രം വിളിച്ചാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം പറഞ്ഞതെല്ലാം മനസ്സിലായി കാണും. വിളിച്ച് അന്വേഷിക്കാതിരിക്കാനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ടാറ്റാ.